നമസ്കാരം. 2024-2025 10th പ്രിലിംസ് 4 ഘട്ടങ്ങളിലായിട്ട് ഈ ഡേറ്റുകളിൽ നടത്തിയിരുന്നു. അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ എന്ന പോസ്റ്റിലേക്കുള്ള എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിലുൾപ്പെട്ടവർക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇത് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു പോസ്റ്റാണ്. 446/2023 ഇതിൻ്റെ കാറ്റഗറി നമ്പർ. ഇതൊരു പാലക്കാട് ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാമാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഉൾപ്പെട്ടവർക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ടുണ്ടെങ്കിൽ മൈ റിസൾട്ട്സിൻ്റെ താഴെ എന്ത് കാണാൻ പറ്റും, ഈ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൻ്റെ താഴെ ഈ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ എന്ന് പറഞ്ഞിട്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അതിൽ ആ ഒരു പ്ലസ് ബട്ടൺ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് കാണാൻ പറ്റും, കൺഗ്രാജുലേഷൻസ് യു ആർ ഇൻക്ലൂഡഡ് ഇൻ എന്ന് പറഞ്ഞിട്ട്. കൂടാതെ ഇതിൻ്റെ കട്ട് ഓഫ് 63.086 ആണ് കാണുന്നത്. ഇതിൽ യോഗ്യത നേടിയവരുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ 10,015 പേരാണ്. കാരണം ഇതൊരു ഡിസ്ട്രിക്ട് ലെവൽ എക്സാമാണ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ ഉൾപ്പെട്ടവരുടെ എത്രയാണ്, 23,000 അങ്ങനെ എന്തൊക്കെയാണ്, 50,000 പേരൊക്കെ എടുത്തിട്ടുണ്ട് ചില പോസ്റ്റിലേക്ക്. അത്രയും പേര് ഇതിലുണ്ടാവില്ല. ഇനി ഇതിൻ്റെ മെയിൻ എക്സാം ഡേറ്റ് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയ്, ജൂൺ, ജൂലൈ ഈ മാസങ്ങളിൽ എന്തായാലും ഉണ്ടാവില്ല. കാരണം PSC ഇറക്കിയിട്ടുള്ള ഈ 3 മാസങ്ങളിലെ കലണ്ടറിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഓഗസ്റ്റിലെ കലണ്ടർ വരേണ്ടി വരും. അപ്പം അത് വന്നാൽ നമുക്കറിയാൻ പറ്റും അതിലുണ്ടോ അല്ലെങ്കിൽ അതിന് ശേഷമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് മെയിൻസിന് വേണ്ടി പഠിക്കാൻ മിനിമം 3 മാസം ഉണ്ട്. മെയ്, അതുപോലെ ജൂൺ, ജൂലൈ 3 മാസം നമുക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡേറ്റും നമുക്കറിയണമെങ്കിൽ ഈ ഒരു PSC കലണ്ടറിൽ ഇതിൻ്റെ ഷെഡ്യൂൾ വരണം. ആ ഷെഡ്യൂളിൻ്റെ കൂടെ ആയിരിക്കും ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റും നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് നമ്മൾ PSCൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ 3 ജില്ലകളിലായിട്ടാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം 4 വേക്കൻസി, എറണാകുളം 2 വേക്കൻസി, കണ്ണൂർ 1 വേക്കൻസി, അങ്ങനെ ആകെ 7 വേക്കൻസിയാണ് ഈ പോസ്റ്റിലേക്ക് നിലവിലുള്ളത്. ഇനി റിസൾട്ട് വരാനുള്ളത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാറ്റഗറി നമ്പർ 447/2023. ഇതൊരു ജില്ലാ തലത്തിലുള്ള ഒരു പരീക്ഷയാണ്. അപ്പം ഇതിൻ്റെ റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ അതിൻ്റെ വിവരങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു.